ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. എൻ്റെ ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുക. വളരെ സുപരിചിതമായ വചനഭാഗം. കർത്താവ് സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ മാത്രം മടങ്ങി വന്നപ്പോൾ ആനന്ദം കൊണ്ട് അവനെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ കഥ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അച്ഛൻ അറിഞ്ഞോ അറിയാതെയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ ബോധപൂർവമാണ് പറഞ്ഞത്, മറ്റു ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. കാരണം ഹൃദയത്തിൽ ആ തേങ്ങലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, കുട്ടികളുടെ പരീക്ഷയുടെയും റിസൾട്ടിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. വിശ്വാസം വർദ്ധിച്ചു വരുന്ന കാലം. ഒത്തിരി മക്കൾ പരീക്ഷാ ദിവസങ്ങളിൽ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് വരും. വെഞ്ചിരിച്ച പേനകൾ വേണമെന്ന് പറയും. പ്രാർത്ഥന ആരംഭിക്കുന്ന ദിവസത്തിൽ ഞാൻ ഓർക്കണു, ബലിപീഠത്തിൽ ഒത്തിരി പേനകളുണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾ കർത്താവിലുള്ള ആശ്രയബോധത്തിൻ്റെ പ്രകടനമായി കയ്യിലേൽപ്പിച്ച, സമർപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് തന്നേൽപ്പിച്ച പേനകളായിരുന്നു. പേനകളും പെൻസിലുകളും, എന്തിന് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വരെ കൊണ്ടു തന്നത് ഓർക്കണു. സത്യമായിട്ടും വളരെ ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, ഈ മക്കളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണം. ഈ പേന വെച്ച് അവരല്ല എഴുതേണ്ടത്, നീയാണ് എഴുതേണ്ടത്. മക്കളുടെ പോരായ്മകൾ നീ പരിഹരിക്കണം. അവരുടെ കുറുമ്പുകൾ നീ കാര്യമാക്കരുത്. പഠിക്കാതിരുന്നത് നീ ഗൗനിക്കരുത്. നിൻ്റെ ആത്മാവിൻ്റെ വെളിവ്, നിറവ് ഒക്കെ കൊടുക്കണം. ഈ ദിവസങ്ങളിൽ ഒരസ്വസ്ഥതയും ഇല്ലാതെ നിൻ്റെ വിശുദ്ധ രക്തക്കോട്ട കെട്ടി അവരുടെ മനസ്സുകളെ നീ കാക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് വളരെ ആത്മാർത്ഥതയോടെ പേനകളും പഠനോപകരണങ്ങളും ഒക്കെ കർത്താവിനെ സമർപ്പിച്ച് ഞാൻ തിരിച്ചേൽപ്പിച്ചു. പക്ഷേ അച്ഛനെ വല്ലാണ്ട് വിഷമിപ്പിച്ച ഒരു കാര്യം, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വളരെ ചെറിയൊരു ശതമാനം, ഏറ്റവും കൂടിയ 10-15 പേര് മാത്രമേ എൻ്റെ അടുത്ത് വന്ന് സന്തോഷം അറിയിച്ചുള്ളൂ, പരിഭവം രേഖപ്പെടുത്തിയുള്ളൂ. എന്നെ വല്ലാണ്ട് സ്പർശിച്ചൊരു കാര്യം. അച്ഛൻ പറഞ്ഞല്ലോ, അറിഞ്ഞും അറിയാണ്ടും ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ ബോധപൂർവമാണ് ഞാൻ പറയണത്. വളരെ കുറച്ച് മക്കളെ വന്നുള്ളൂ. ഉള്ളിൽ വല്ലാത്ത വേദന അച്ഛന് തോന്നി. കാരണം ഞാൻ ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിച്ചത്. അന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും. ജയിക്കുന്നോ തോൽക്കുന്നോ എന്നത് പ്രശ്നമല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ വിസ്മയങ്ങളാണ്. ചിലപ്പോൾ തോക്കാം, ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ ഒത്തിരി മാർക്ക് കിട്ടും, ചിലപ്പോൾ പ്രതീക്ഷിച്ചത് തടഞ്ഞില്ലെന്നും ഇരിക്കും. എന്തോ ആവട്ടെ, അച്ഛാ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. അച്ഛനും പ്രാർത്ഥിച്ചല്ലോ, ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. അച്ഛൻ എനിക്ക് വേണ്ടി ഈശോയോട് നന്ദി പറയണം. ഈ വാക്ക് കേൾക്കാൻ കൊതിച്ച് എൻ്റെ ഓഫീസ് മുറിയുടെ വാതിലുകളും തുറന്നിട്ട് ഒത്തിരി വൈകുവോളം
ഞാൻ റിസൾട്ടിൻ്റെ ദിവസങ്ങളിൽ കാത്തിരുന്നിട്ടുണ്ട്. കാര്യമായിട്ട് ആരെയും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖമാണ് പങ്കുവച്ചത്. ആത്മാർത്ഥമായിട്ട് അവരൻ്റെ നന്മ കൊതിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ തേങ്ങല ഞാൻ വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ വചനം അതിനേക്കാളും വലിയൊരു വേദനയുടെ കഥ പറയാം. കുഷ്ഠരോഗം ദാരുണമല്ലേ, നമുക്കറിയാലോ. കർത്താവിൻ്റെ കാലത്ത് അത് ഇന്നത്തേതിനേക്കാൾ എത്രയോ ഭീകരമായിരുന്നു. അത്രമാത്രം ദാരുണമായ വേദന നിറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് ആ മക്കളെ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു നിമിഷം ഒന്ന് തിരിച്ചു വരാൻ അവർക്കായില്ല എന്നോർക്കുമ്പോൾ സത്യമായിട്ടും നമ്മുടെ മാനുഷികമായ ബലഹീനതയിൽ അച്ഛൻ പറയട്ടെ, ഞാനാണെങ്കിൽ കൊടുത്തത് തിരിച്ചെടുക്കാൻ പറയും. അത്രമാത്രം വേദന തോന്നുന്ന ഒരു കാര്യമാണത്. എന്തിനാ വീട്ടിൽ വരുന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം വാങ്ങി ഭിക്ഷക്കാരൻ കൊഞ്ഞനം കുത്തിയ നമുക്ക് ഇഷ്ടാവും? നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇപ്പോഴത്തെ ഭിക്ഷക്കാർക്ക് 50 പൈസയും 1 രൂപയും ഒന്നും ഇഷ്ടമല്ലെന്ന്. ഒന്ന് കൊടുക്കുന്നതിൻ്റെ അനുഭവമാണത്. ഒന്ന് കൊടുത്തത് കൊണ്ടാണ് ആ അനുഭവം ഉണ്ടായത്. ആ 1 രൂപ കൊടുക്കുമ്പോൾ പോലും എന്ത് വലിയ കൃതജ്ഞതയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. എൻ്റെ വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനം വായിച്ച് ചില നിമിഷങ്ങളിലെങ്കിലും ദൈവത്തെ വിസ്മരിച്ചതോർത്ത് ആത്മാർത്ഥമായി കരയാൻ നമുക്കാവണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് അച്ഛനിത് തോന്നുക. നന്ദിയുള്ളവരെയാ കർത്താവിന് ഇഷ്ടമുള്ളൂ. അവൻ വേറെ ഒന്നും ചോദിക്കണില്ല, നന്ദി വേണം. നന്ദിയില്ലാത്തത് വല്ലാത്തൊരു പോരായ്മയാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ. നന്ദിയില്ലായ്മ വലിയ ഒരു പോരായ്മയാണ്. ദ അൺഗ്രേറ്റ്ഫുൾ വേൾഡ് എന്നും പറഞ്ഞ് ഒരു കൊച്ചു സിനിമ അച്ഛൻ ഇതിനു മുമ്പ് ടി വിയിൽ പറഞ്ഞിട്ടുണ്ടോ സംശയം. മനോഹരമാണത്. ഈ ബർത്തിമിയൂസിനെ കുറിച്ചാണ് കഥ. നമ്മുടെ സുവിശേഷത്തിലുള്ള ബർത്തിമിയൂസ്, അയാൾക്ക് കാഴ്ച കിട്ടിയെന്ന് പറയാം. എത്ര കാലമായി ജന്മന അന്ധനായ ഒരു മനുഷ്യൻ. അവൻ അന്ധനായത് പല സുവിശേഷങ്ങളിലും, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പലയിടത്തായിട്ട് അന്ധരെ സുഖപ്പെടുത്തുന്ന കഥകളുണ്ട്. കൂട്ടി വായിക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു സാധർമ്യങ്ങൾ നമുക്ക് തോന്നുകയും ചെയ്യും. എന്തായിരുന്നാലും ബർത്തമിയൂസിൻ്റെ കഥ നമുക്കറിയാം. അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവന് തടസ്സം പറഞ്ഞു, നീ അലറാതിരിക്കുക, ഒച്ച വയ്ക്കാതിരിക്കുക. അവരുടെ എല്ലാ ആക്രോശങ്ങളെയും അതിലംഘിക്കുന്നതായിരുന്നു അവൻ്റെ ആവശ്യം. അതുകൊണ്ട് അവൻ അലറി, യേശുവേ, നസറായനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. അവസാനം കർത്താവ് പറഞ്ഞു അവനെ വിളിക്കുക. ശിഷ്യന്മാർ പറഞ്ഞു, ദേ വിളിക്കണുണ്ട് നിന്നെ, വേഗം ചെല്ല്. അവൻ ചോദിച്ചു, എന്ത് വേണം നിനക്ക്? എനിക്ക് കാഴ്ച കിട്ടണം. ഓക്കെ, നീ ആഗ്രഹിച്ചത് നടക്കട്ടെ. അവൻ സുഖമുള്ളവനായി. മനോഹരമായ ഈ ചെറിയ ടെലിഫിലിം, ഈ വൃദ്ധനായ മനുഷ്യൻ, ഈ വൃദ്ധൻ എന്ന് വെച്ചാൽ ഒരു മധ്യവയസ്കൻ, അയാൾ അലറി വിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണു. എല്ലാവരും അയാളോട് അരുതെന്ന് പറയണു. എല്ലാവരും അയാൾക്കെതിരായിട്ട് ആക്രോശിക്കണു. അതൊന്നും ഗവനിക്കാതെ അയാൾ വീണ്ടും വീണ്ടും നിലവിളിക്കണു. അവസാനം കർത്താവ് അവൻ്റെ മുമ്പിൽ വന്ന്, നിനക്ക് എന്ത് വേണം? എനിക്ക് കാഴ്ച വേണം. വാട്ട് യു വാണ്ട് ലോർഡ് ദാറ്റ് ഐ മേ സീ. അത് അയാൾ പറയുക, ലോർഡ് ദാറ്റ് ഐ മേ സീ. ഈശോ പറഞ്ഞു, ഓക്കെ, യു സീ. അയാൾ കണ്ടു. അയാൾ കണ്ണ് തുറന്ന് പതുക്കെ പതുക്കെ കണ്ണ് തിരുമ്മി നോക്കി ഓരോരോ കാര്യങ്ങൾ കാണുന്നുണ്ട്. സിനിമ കാണുമ്പോൾ സംഗതി മനോഹര. ആദ്യം കാണണ രംഗം ആകാശത്തിലൂടെ പക്ഷികൾ പറന്നു പോകുന്നതാ. അയാൾ തുള്ളിച്ചാടി. എന്തൊരു മനോഹരമായ ജീവജാലം, ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം, എത്ര സുന്ദരം. അയാൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പല വൃക്ഷാദികൾ കണ്ടു, പലതരത്തിലുള്ള സംഗതികൾ എല്ലാം കണ്ട് അയാൾ ദൈവത്തെ സ്തുതിച്ചെന്ന് പറയാം. അപ്പോഴുണ്ട് ഒരു മനുഷ്യൻ നടന്നു പോണു. അയാൾ ചാടി അയാളെ കയറി പിടിച്ചു. ഈ അന്ധനായ മനുഷ്യൻ, കാഴ്ച കിട്ടിയ മനുഷ്യൻ ചാടി ആ മനുഷ്യനെ പിടിച്ചു. അയാളുടെ മൂക്കയിലൊക്കെ പിടിച്ചു വലിച്ചു, ചെവിയിലൊക്കെ ഒന്ന് തിരുമ്മി നോക്കി, കവിളയിലൊക്കെ ഒന്ന് പിച്ചി നോക്കി, നുള്ളി നോക്കി, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഞെക്കി നോക്കി. അയാൾ പറഞ്ഞു, എത്ര മനോഹരം, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, വണ്ടർഫുൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ നേരത്ത്, തുള്ളിച്ചാടി നടക്കണ നേരത്ത്
പെട്ടെന്ന് റോഡ് സൈഡിൽ അതാ മറ്റൊരു അന്ധൻ ഇരിക്കണു. മറ്റൊരു അന്ധൻ റോഡ് സൈഡിൽ ഇരിക്കണു. അയാൾക്ക് വലിയ സങ്കടം തോന്നി. ഒരു നിമിഷം ആ രംഗം അയാളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കി. അയാൾ വളരെ അത്ഭുതത്തോടെ വേദനയോടെ ഈ പുതിയ അന്ധനെ നോക്കി നിന്നു. അയാൾ 2 പോക്കറ്റിലും കൈയിട്ട് ഉണ്ടായിരുന്ന പിച്ചക്കാശ് മുഴുവൻ അയാളുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. അലറി പറഞ്ഞു, എനിക്കിനി ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, കാരണം എനിക്ക് കാണാം, ഞാൻ ഇനി അധ്വാനിച്ച് ജീവിക്കും, ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യും. സന്തോഷത്തോടെ അയാൾ അലറി. പക്ഷെ ഈ താഴെ ഇരിക്കുന്ന അന്ധൻ, അയാൾക്ക് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. അയാൾ പറഞ്ഞു, ഇയാൾ എന്തിനിങ്ങനെ അലറുന്നേ? അന്ധൻ കാഴ്ച കിട്ടിയവൻ പറഞ്ഞു, നിനക്ക് മനസ്സിലാവില്ല, ഞാൻ അന്ധനായിരുന്നു, എനിക്കിപ്പോൾ കാണാം. നിനക്ക് എത്ര നാളായി ഈ അന്ധത തുടങ്ങിയിട്ട്? ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് അടുത്ത കാലത്താണ് അന്ധത വന്നത്. സങ്കടം തോന്നി ഇയാൾക്ക്. അപ്പം നീ ആദ്യം കുറേ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. എനിക്ക് നിന്നോട് പരിഭവമുണ്ട്, വിഷമമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സന്തോഷം. അയാൾ പറഞ്ഞു, പക്ഷേ കണ്ണില്ലാത്തതാ നല്ലത്. ഷോക്കടിച്ച പോലെയായി കാഴ്ച കിട്ടിയവൻ. കണ്ണില്ലാത്തതാണ് നല്ലത്, കാഴ്ചയില്ലാത്തതാണ് നല്ലത്. അയാൾ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറയണേ? ഈ ലോകം നന്ദിയില്ലാത്തവരുടെ ലോകമാണ്. This is an ungrateful world. In this world it's better to be blind. നന്ദിയില്ലാത്തവരുടെ ഈ ലോകത്ത് അന്ധനായിരിക്കുന്നതാണ് നല്ലത്. ഷോക്കടിച്ച പോലെ ഈ മനുഷ്യൻ നിന്നു. അയാൾ ചിന്തിച്ചു, എനിക്ക് കാഴ്ച തന്നവൻ്റെ അടുത്ത് ഞാനൊരു വാക്കുപോലും നന്ദി പറഞ്ഞില്ലല്ലോ. എനിക്ക് കാഴ്ച തന്നവൻ്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് പോലും നന്ദി പറഞ്ഞില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തത്തുല്യമായൊരു വാചകം നമ്മൾ കാണുന്നുണ്ട്. അന്ധനായിരുന്ന മനുഷ്യനോട് എല്ലാവരും ചോദിച്ചു, ആരാ നിന്നെ സുഖപ്പെടുത്തിയത്? യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത്. എന്നിട്ട് അവൻ എവിടെയാ? എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് ലാഘവത്തോടെ അയാൾ ആ വാചകം പറയുക. എന്നിട്ട് അവൻ എവിടെയാ? എനിക്ക് അറിഞ്ഞുകൂടുന്നേ. കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ചില ദുഷ്ടരായ മക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അപ്പനിപ്പോൾ എവിടെയാ? അമ്മ ഇപ്പോൾ എവിടെയാ? ജോലി വാങ്ങി തന്നവനെ കുറിച്ച് ആരോടെങ്കിലും ചിലപ്പോൾ ചോദിക്കുമ്പോൾ പറയും, അറിഞ്ഞുകൂടെന്ന്. വീട്ടിലേക്കൊക്കെ വിളിക്കാറുണ്ടോ? സമയം കിട്ടാറില്ലെന്ന്. പ്രിയപ്പെട്ടവരോടൊക്കെ വർത്തമാനം പറയാറുണ്ടോ? ഭയങ്കര തിരക്കാന്ന്. പലരും പറയുന്നൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ അന്ധൻ്റെ മനോഭാവമുണ്ട്. കഥ തീർന്നില്ല. അയാൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയെന്നാണ് പറയുക. സിനിമയിൽ കാണാം, അയാൾ ഓടുക. അയാൾ ഓടുന്ന വഴിയിലൊക്കെ ചോദിക്കും, യേശുവിനെ കണ്ടോ? യേശുവിനെ കണ്ടോ? യേശുവിനെ കണ്ടോ? എല്ലാവരും പറയും, ഇപ്പം തന്നെ അങ്ങ് പോയി, ഇപ്പം തന്നെ അങ്ങ് പോയി. അങ്ങനെ അയാൾ ഓടി ഓടി പിലാത്തോസിൻ്റെ അരമനയിൽ ചെല്ലുന്നുണ്ട്. പിലാത്തോസിൻ്റെ അരമനയിൽ ചെന്നപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, വല്ലാണ്ട് തല്ലി, ഒത്തിരി ദേഹോപദ്രവേൽപ്പിച്ചു, കുരിശിന്മേൽ തറയ്ക്കാനായി ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോയിരിക്കുക. അവൻ ഓടി ഗാഗുൽത്തായുടെ അടിയിലെത്തി. മുകളിലേക്ക് പോയിപ്പോയെന്ന് തിരിച്ചിറങ്ങുന്ന ആരോ പറഞ്ഞു. അവൻ ഓടി മല കയറുന്ന വഴിയിൽ അവൻ്റെ കാതുകളിൽ ഒച്ച കേട്ടു. അവൻ്റെ മരക്കുരിശിനോട് ചേർത്ത് അവൻ്റെ കൈകൾ ആണിയടിച്ചുറപ്പിക്കുന്ന ഒച്ച. അവിടെ നിന്ന് അലറി അവൻ പറഞ്ഞു, അൺഗ്രേറ്റ്ഫുൾ വേൾഡ്, നന്ദിയില്ലാത്തവരുടെ ലോകം, നന്ദിയില്ലാത്തവരുടെ ലോകം. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വചനം വായിച്ച് വല്ലാണ്ട് വീർപ്പ് മുട്ടാറുണ്ട്, വല്ലാണ്ട് വേദനിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ലാസറ് പോലും അവൻ്റെ കുരിശിൻ്റെ കീഴിലുണ്ടായില്ലല്ലോ. ലാസറ് പോലും അവനെ ഒന്ന് സഹായിക്കാൻ വന്നില്ലല്ലോ. എത്ര പേരെ അവൻ സുഖപ്പെടുത്തി, എത്ര പേർക്ക് ജീവിതം തിരിച്ചു കൊടുത്തു, എത്ര പേർക്ക് അവൻ വലിയ കൃപകളും അനുഗ്രഹങ്ങളും സമ്മാനിച്ചു. ആരും വന്നില്ലല്ലോ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഇടർച്ചയുടെ കഥകൾ പറയുന്നത് അനുദിനം അനുനിമിഷം ഇടറിപ്പോകുന്നവർ ആത്മശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷം ഇടർച്ചയുടെ കഥകൾ വീണ്ടും വീണ്ടും പറയുന്നത് ദിനം അനുനിമിഷം ഇടറിക്കൊണ്ടിരിക്കുന്നവർ ആത്മശോധന ചെയ്യാൻ വേണ്ടി തന്നെ. ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നതാ? എത്രയോ നന്മകൾക്ക് നന്ദി ചൊല്ലിയിട്ടില്ല. അതൊരു വലിയ സത്യം തന്നെയാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികളെ പോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും
കാര്യം നടക്കാൻ വേണ്ടി എന്തെന്ത് വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം നേർച്ച നേരുന്നതിൽ പോലും വളരെ ജാഗ്രതയാണ്. എന്ത് ജാഗ്രതയിൽ ഓരോരുത്തരും നേർച്ച നേരുന്നത് പോലും വളരെ കരുതലോടെയാ മനുഷ്യൻ നിയോഗങ്ങൾ സമർപ്പിക്കുകയുള്ളൂ. ചുമ്മാ പ്രാർത്ഥിച്ച ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ നേർച്ചയുടെ ഒരു ഭാരം തലയിൽ ചുമക്കണത്? നേർച്ചയൊന്നും നേരാതെ തന്നെ, വലിയ പ്രതിബദ്ധതകളൊന്നും ഏൽക്കാതെ തന്നെ ഏതെങ്കിലും പ്രകാരത്തിൽ കാര്യങ്ങൾ നടക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ആത്മശോധന ചെയ്യണം നമ്മൾ. നന്ദി എന്ന വികാരം, നന്ദി എന്ന പുണ്യം ഹൃദയത്തിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തോടും സഹചരോടും നാം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് എത്രയോ പേരോടാണ് നമ്മൾ കടപ്പെട്ടത്. ചിലപ്പോഴൊക്കെ വല്ലാണ്ട് ബലം പിടിച്ചൊക്കെ ചിലർ പറയണതാണ്, ആരോടും കടപ്പാടുകൾ സൂക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം കൊണ്ടാൽ ഞാൻ എത്രയും വേഗം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അതൊരു അഹങ്കാരത്തിൻ്റെ ശബ്ദമല്ലേ? എത്ര പേരോടാ തീർത്താൽ വീട്ടിയാൽ തീരാത്ത കടങ്ങളുള്ളത്? എത്ര പേരോടാ ഒരിക്കലും വീട്ടാൻ പറ്റാത്ത കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളത്? നമ്മൾ എന്തുകൊണ്ട് അഹങ്കാരികളാവുക? നന്ദി എന്ന വികാരത്തെ അതിജീവിക്കാൻ അഹങ്കാരത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും മുഖം മൂടികൾ എടുത്ത് ധരിക്കരുത്. നന്ദി എന്ന വികാരത്തെ മറച്ചു വയ്ക്കാൻ ദുരഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും താൻ പോരിമയുടെയും സ്വാർത്ഥതയുടെയും മുഖം മൂടികൾ എടുത്തൊരിക്കലും ധരിക്കരുത്. എൻ്റെ വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ മാത്രമല്ല, ജന്മം തന്ന മാതാപിതാക്കളോടും ബലഹീനതകളുണ്ടായിട്ടും ഒത്തിരി കാരുണ്യത്തോടെ നമ്മെ നോക്കി വളർത്തി വലുതാക്കിയവരോടും നന്ദി ചൊല്ലണം. അറിവ് പകർന്ന ഗുരുഭൂതരോട്, നമ്മളെ അറിയില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട്, പലയിടങ്ങളിലും പലയിടത്തും ഇരുന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിയവരോട് നമുക്ക് നന്ദി ഉണ്ടാവണം. അനേകരുടെ വലിയ കാരുണ്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വലിയ ഹൃദയത്തിൻ്റെ പുണ്യമാണ് എൻ്റെ ജീവിതം എന്ന ബോധ്യം നമ്മിൽ അവശേഷിക്കണം. അപ്പോൾ ജീവിതം കുറെ കൂടി മനോഹരവും, അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് കൈപ്പറ്റാൻ നോക്കും. ദൈവത്തിന് പോലും നമ്മോട് ഇത്തിരി സ്നേഹം കൂടും. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ആത്മശോധന നടക്കട്ടെ. ദൈവത്തോടും സഹചരോടും എന്നെ ഞാനാക്കിയവരോടും നന്ദി എന്ന വികാരത്തെ കാര്യമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ? നന്ദി പറയാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിത്വമാണോ എനിക്കുള്ളത്? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ ആദ്യം പഠിപ്പിക്കുന്നത് താങ്ക്സ് എന്ന് പറയാനാണ്. അത് പഠിപ്പിക്കണത് നന്ദി എന്ന വികാരത്തെ വെളിപ്പെടുത്താനുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. അതിപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസാണ്. കൊച്ചിന് മിഠായി കൊടുക്കുമ്പോൾ അവൻ പറയണ താങ്ക്സ് അമ്മയുടെ അഹങ്കാരമായിട്ടേ അച്ഛന് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് കൊച്ചിൻ്റെ നിറഞ്ഞ പുഞ്ചിരിയിൽ വെളിപ്പെടുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി ഉണ്ടല്ലോ, അവൻ ആ നിമിഷം നിർത്തുന്ന, ഭാവമാറ്റം വരുത്തുന്ന അവൻ്റെ മുഖത്തിൻ്റെ കരച്ചിലുകളും ഭാവങ്ങളും ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. താങ്ക്സ് എന്ന് പറയണ ആ 3-4 അക്ഷരത്തേക്കാൾ. അത് പലപ്പോഴും മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടാണ്. അവൾ വലിയ മിടുക്കിയാണെന്ന്, അവൻ നന്നായിട്ട് കൊച്ചിനെ നോക്കണുണ്ടെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നാലും അതിനപ്പുറത്ത് ഹൃദയഭാവങ്ങൾ അറിയുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. പറയാതെ ചുമ്മാ നിർനിമേഷരായി കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന ഹൃദയത്തിൻ്റെ നന്ദിയുടെ ഭാവങ്ങളുണ്ട്. അതിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ദൈവത്തിനും ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്. സ്നേഹപിതാവായ ദൈവമേ, കർത്താവായ എൻ്റെ യേശുവേ, നീ എൻ്റെ ജീവിതത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അർഹത നോക്കാതെ, യോഗ്യത പരിഗണിക്കാതെ നീ അറിഞ്ഞു തന്നു തമ്പുരാനെ സമൃദ്ധമായി. പലരും പരിഹസിച്ചപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ടായിരുന്നു. നിൻ്റെ കാരുണ്യത്തിൻ്റെ കരം നീ എന്നും എൻ്റെ ജീവിതത്തിലേക്ക് നീട്ടിപ്പിടിച്ചിരുന്നു. നന്ദി ചൊല്ലാൻ മറന്നുപോയി തമ്പുരാനെ. വളർച്ചയുടെ വഴികൾ പിന്നിട്ടപ്പോൾ, എല്ലാവിധത്തിലും ഞാൻ പൂർണ്ണനാണെന്ന അബദ്ധത്തിൽ എൻ്റെ മനസ്സ് ചെന്ന് പതിച്ചപ്പോൾ കർത്താവെ, എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ ബലഹീനതകൾ അറിയാൻ, പോരായ്മകൾ മനസ്സിലാക്കാൻ,
നിൻ്റെ ആത്മാവിൻ്റെ കൃപ നീ എനിക്ക് തരണേ. എല്ലാം നിൻ്റെ കാരുണ്യമാണെന്ന് ബോധ്യപ്പെട്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ കഴിപ്പാൻ നീ എന്നെ സഹായിക്കണേ. നീ എനിക്ക് തന്നിട്ടുള്ള നന്മകൾക്കനുസൃതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നിന്നോട് സ്നേഹം കാട്ടാനും നിൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കാനും നീ എന്നെ അനുഗ്രഹിക്കുക. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, നിനക്ക് സ്തുതി. ആമേൻ.